വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. എല്ലാ പ്രാവശ്യവും അല്ല, നമ്മളിപ്പോൾ നോൺ വെജാ ചെയ്യുന്നത്, വെജും ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാ. നേരാ ജാമ്യം എടുക്കാൻ തുടങ്ങിയെന്നല്ലേ. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് നോൺ വെജിലാണെങ്കിൽ പോലും ഒരു പാർട്ട് നോൺ വെജ് എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ, അല്ലാതെ അത് നോൺ വെജ് ആയിട്ട് കൂട്ടാനൊന്നും പറ്റുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് മിക്കവരും വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഊണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിന്നർ കഴിയുമ്പോഴത്തേക്ക് എന്നതേലും ഒരു ഡെസേർട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡെസേർട്ട് ചെയ്താലോ എന്ന്. ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സീസണൽ ഫ്രൂട്ട്സ് വെച്ച് ഏത് ഫ്രൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പൈനാപ്പിൾ ആണെങ്കിൽ മാങ്ങയാണെങ്കിൽ ആവാം, പിന്നെ വാട്ടർ മെലൺ വേണ്ട, വെള്ളമായിട്ടാവുന്നതൊന്നും ചെയ്യണ്ട. പേരയ്ക്ക ചെയ്യാം, പേറ് ചെയ്യാം, പിന്നെന്തുവാ സപ്പോട്ട ചെയ്യാം, ചിക്കു അത് ചെയ്യാം. അങ്ങനത്തെ കട്ടിയുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈവൻ ചക്ക വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു പുഡിങ്ങാ ഞാനിന്ന് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതിനെ ഒരു സീസണൽ ഫ്രൂട്ട്സിൻ്റെ ഒന്നാക്കിയെന്നേ ഉള്ളൂ. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് മാംഗോ ട്രഫിൾ പുഡിങ്ങാ ചെയ്യാൻ പോകുന്നത്. ഇത് എളുപ്പമുള്ള ഒരു ഡെസേർട്ടാണ്, വലിയ പാടേ ഇല്ല, ഇതിന് നേരം പോവുകയല്ല, ഒട്ടും സമയം വേണ്ട. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാന്നേലും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യമായിരുന്നു ടീ കേക്ക് എന്നൊരു സാധനം. അതുണ്ടെന്നുണ്ടേ ചെയ്യാം. ഇനിയിപ്പോൾ ടീ കേക്ക് അല്ലാന്ന് വിചാരിച്ചോ, ബിസ്ക്കറ്റാന്ന് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് ഇല്ല, ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് കേക്ക് ആണെന്ന് വിചാരിച്ചോളൂ, അത് ചെയ്യാം. റസ്ക് ആണെന്ന് വിചാരിച്ചോളൂ, അതിലും ചെയ്യാം. അപ്പം നമ്മുടെ വീട്ടിൽ എന്നാ സാധനമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസേർട്ടാണ് ഞാനിന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്രൂട്ട്സ് എന്നതേലും വേണം, അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ല മാമ്പഴമുണ്ട്, അത് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇന്നത്തെ പേര് മാംഗോ ട്രഫിൾ പുഡിംഗ് എന്നാ. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇത് കുറച്ച് വാനില കസ്റ്റേർഡ് പൗഡറാ വേണ്ടേ, പിന്നെ ഒരു ലിറ്റർ പാല്, കട്ടിപ്പാല് ഏതേലുവേ, പിന്നെ വേണ്ടിയത് ഇച്ചിരി പഞ്ചസാര, അതായത് നമ്മുടെ കസ്റ്റേർഡിന് മധുരം വേണ്ടി അനുസരിച്ചുള്ള പഞ്ചസാര. ഇപ്പോൾ 1 ലിറ്ററിന് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നേ. പിന്നെ കുറച്ച് നല്ല പഴുത്ത മാമ്പഴം, ഇത്ര ചെറുതായിട്ട് അരിഞ്ഞോ. ചിലർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വെജിറ്റബിൾ കാവിംഗ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ നല്ല ഷേപ്പേലൊക്കെ കട്ട് ചെയ്യാൻ അറിയാമായിരിക്കും. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. പിന്നെ വേണ്ടിയത് നാരങ്ങാ നീരാ. ഇനിയുള്ളത് കുറച്ച് മാംഗോ പൾപ്പ, അതായത് നമ്മുടെ മാങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ കട്ടിക്ക് അരച്ചെടുത്തേക്കുക. ഇതെന്നാന്നോ, ഇത് കുറച്ച് വിപ്പിംഗ് ക്രീമാ. ഈ വിപ്പിംഗ് ക്രീമിനെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ എന്നൊക്കെ ഫ്രൂട്ട്സാ ഉള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ്. ദാറ്റ് ഈസ് ഇത് ബദാമ, ഇത് പിസ്ത, പിന്നെ കുറച്ച് കാഷ്യൂ, റോസ്റ്റഡ് കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിടാം, ഏതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിടാം, ഏതായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് വാങ്ങിച്ചതാ, ഒരു നല്ലൊരു ടീ കേക്കാ, വാനില കേക്ക് ബെസ്റ്റ്. ഇതും ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുള്ളത് പോലെ. ഇത് കുറച്ച് കണ്ടൻസ് മിൽക്കാ. ഇത്രയും സാധനവാ ഇതിന് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴം അരിഞ്ഞു വെച്ചേക്കുമല്ലേ, ആ മാമ്പഴത്തിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ നാരങ്ങാ നീരും അതിൻ്റെ കൂടെ ബാക്കി ഇച്ചിരി പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് നാരങ്ങാ നീര്, ഇച്ചിരി മധുരത്തിന് കുറച്ച് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ അല്ല, ഇതിപ്പോൾ ടേബിൾ സ്പൂൺ കണക്കാ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊന്ന് ഇട്ട് നല്ലോണം ഇളക്കി. ഇനി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ജെല്ലി ഇല്ലേ, അതുണ്ടാക്കി വെക്കാം. അത് മാംഗോ ഫ്ലേവറിൻ്റെ തന്നെ മേടിച്ച് വെച്ച് പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഇച്ചിരി ജെല്ലി ഉണ്ടാക്കി നേരത്തെ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ലെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഈ ജെല്ലി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി സെക്കൻഡ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കണം. കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് അതിനകത്തോട്ട് നമുക്ക് ഈ പാല്, അതായത് 1 ലിറ്റർ പാലായത്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര കുറവ് വേണ്ടിയവർക്ക് അങ്ങനെ ചേർക്കാം, മധുരം പോരാന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടെ ഒരുപാട് ചേർക്കാം, വേണ്ടി നമ്മുടെ സ്വാദനുസരിച്ച്. ഇപ്പം മിക്കടത്തും കാണുന്ന ഭയങ്കര ഷുഗർ ഡയറ്റും ഒക്കെയാ. അന്നേരം എനിക്ക് അതിനെപ്പറ്റി പറയാൻ അധികാരമില്ല. പക്ഷെ ഞാൻ ഒരു 1/2 കപ്പോളം ഇടും. ഇനി ഒരു 2-3 കസ്റ്റേർഡ് പൗഡർ, അതായത് ടേബിൾ സ്പൂൺ കണക്കാക്കി ഇടുക. വാനില ഫ്ലേവർ തന്നെ എടുക്കുന്നതാ ഏറ്റവും നല്ലത്.
ഈ കസ്റ്റേർഡ് ഒന്ന് കുറുക്കിയെടുക്കാവേ. ഇത് പാല് ചൂടാവേണ്ട താമസമേ ഉള്ളൂ, പെട്ടെന്നായി വരും. കാച്ചിയ പാല് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഇത് കവർ പൊട്ടിച്ച് എടുത്ത പാല് തന്നെയാ, പച്ചപ്പാലാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കാച്ചിയ പാല് ബാക്കിയുണ്ടോ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കുറുക്കി എടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ വാനില എസൻസ് ചേർക്കേണ്ട, കാര്യം നമ്മൾ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് എസൻസിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം പ്ലെയിൻ കോൺഫ്ലവറാണ് മേടിക്കുന്നതെങ്കിൽ കുറച്ച് എസൻസ് കൂടെ ചേർത്താൽ കുഴപ്പമില്ല. പിന്നെ ഞാനിത് പ്യോർ വെജിറ്റേറിയൻ അല്ല, എന്നാൽ വെജ് ആണോ എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ കേക്കിനകത്ത് എന്തായാലും മുട്ട ചേർക്കും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല കഴിക്കുന്നത്. പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻ്റെ ഇടയിൽ നമ്മൾ ഇതാക്കിയ ഒരു കേക്ക് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയോ, അടികട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് കുറുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും. പിന്നെ കസ്റ്റർഡ് പൗഡർ ചേർത്തേച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്ന് എല്ലാ കാര്യം ചെയ്തേച്ച് വരാമെന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. കൈവിടാതെ ഇത് ഇളക്കി കുറുക്കണം. അപ്പം ഇതുണ്ടോ, നമ്മുടെ കസ്റ്റർഡ് നല്ലോണം കുറുകി. ഇനിയിപ്പോൾ അഥവാ കുറുകി വരുന്ന സമയത്ത് കുറച്ച് കട്ട കെട്ടുവാണെന്നുണ്ടെങ്കിൽ വിസ്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അല്ല ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സി എടുത്ത് വെച്ച് ഒരു പൾസ് അടിച്ചാൽ മതി. അങ്ങനെ ചെയ്താലും നമുക്ക് ഈ ഒരു എന്താ പറയുക കട്ടയില്ലാതെ കിട്ടും. പക്ഷെ വേണ്ടിയത് ഇതേപോലത്തെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ അഥവാ മിക്സി അടിച്ച് കഴിഞ്ഞേച്ച് എങ്ങാനും ലൂസായി പോയാൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത് ഒന്നുകൂടെ അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തേച്ചാൽ മതി. എന്നിട്ടും കട്ട കെട്ടുവാണെങ്കിൽ നമ്മുടെ ഈ തടിത്തവിയില്ലേ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീത്തവിയായാലും മതി, ഇച്ചിരി കട്ടിയോ വേണമെന്നേ ഉള്ളൂ. അത് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി ആ കട്ട ഒന്ന് മാറ്റാവുന്നേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വിസ്ക് വാങ്ങിച്ചു വെക്കാമെങ്കിൽ നല്ലതാണ്, മുട്ടയടിക്കാനും ഒക്കെ നല്ലതാണേ. തന്നെ ഞാൻ ഈ കസ്റ്റേർഡ് അങ്ങ് ഓഫ് ചെയ്തു. ഇത് നല്ലോണം കുറുകി ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടേ. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്താ പറയുക മാങ്ങയ്ക്കകത്ത് നാരങ്ങയും പഞ്ചസാരയും പുരട്ടി വെച്ചു. ഇനി കുക്കിംഗ് എന്നൊരു സാധനം ഇല്ല, നെക്സ്റ്റ് ഇനി ലെയറിങ് മാത്രമേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേക്കിനകത്ത് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാ, നമ്മുടെ പാലും കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, കേക്കിനുള്ള പാലും കണ്ടൻസ് മിൽക്കും ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഈ മാംഗോ പൾപ്പ് നമ്മുടെ ഈ ക്രീമിനകത്തോട്ട് ഇടാൻ പോവാം, അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ചേർക്കണം. ഇതിനെ ഒരു ഫ്ലേവറിങ് കൊടുക്കാൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ബേസിക്കലി ഒരുപാട് ഫ്ലേവർ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് സ്ട്രോബെറി ചെയ്യാൻ നോക്കും. സ്ട്രോബെറിയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രോബെറി ഒക്കെ ഇതേപോലെ അരിഞ്ഞു വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ പൾപ്പ് എടുക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് ജ്യൂസി ആയി പോകും. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടേച്ച് ഒന്ന് സിറപ്പാക്കി എടുത്താൽ മതി, കട്ടി സിറപ്പാക്കി എടുത്തേച്ച് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് മാറ്റി വെച്ചു. ഇനി ഞാൻ പറയുന്നത് എന്നാന്നോ, നമ്മുടെ കയ്യിലൊക്കെ ഏതെങ്കിലും ഒരു പാത്രം, വട്ടത്തിലായാലും ശരി, ചതുരത്തിലായാലും ശരി, റെക്ടാങ്കിൾ ഷേപ്പിലായാലും ശരി, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെയർ ചെയ്യാൻ പോവാ. ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കേക്ക് ഒന്ന് മുറിക്കണം. പാത്രം ഏതാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ കേക്ക് വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാർക്ക് കേക്ക് വേണ്ട. ഇത് ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇങ്ങനെ വെക്കാം. അതല്ല നമുക്ക് ഒരു ഫില്ലിങ് മസ്റ്റായിട്ട് ഇതാവണ്ടേ, അതനുസരിച്ച് വെച്ചാൽ ഒരു ലെയർ ആക്കാം, 2 ലെയർ ആക്കാം, ഏത് വേണേലും ആക്കാം. ഇപ്പം നമ്മൾക്ക് കയ്യിൽ കേക്ക് ഉള്ളതുപോലെ നമുക്ക് ലെയർ ചെയ്യാം. കട്ടി കൂടുതലാണെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ, കാര്യം സോക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി പാടായിരിക്കും. അതിലെത്തോട്ട് നമ്മുടെ ആ പാലും ഇതെല്ലാം ഒന്ന് പിടിക്കണ്ടായോ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പാലും കണ്ടൻസ് മിൽക്കിലും കൂടെ മുക്കിയിട്ട് ഇതിനകത്തോട്ട് വെച്ചാലും മതി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പാടെന്നാന്നറിയാവോ, നമ്മൾ ഈ മുക്കിയ ചെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോഴുണ്ടല്ലോ പൊട്ടിപ്പോവും. അപ്പം അതിനെക്കാട്ടിലും നല്ലത് ഇതാ ബെസ്റ്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കസ്റ്റർഡ് പൗഡർ. ഞാൻ കസ്റ്റർഡ് കുറുക്കി വെച്ചില്ലേ, അതാ ചേർക്കാൻ പോകുന്നത്.
കസ്റ്റർഡ് ഇച്ചിരി ചൂടോടുകൂടി നമ്മൾ ചേർക്കുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ആ കേക്ക് ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ സഹായിക്കും. ആക്ച്വലി ട്രിഫിൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ഡിഷ് ഇതല്ല, വേറെയാ. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലുള്ളപ്പം ഏത് പാത്രമായാലും പ്രശ്നമല്ല. അതൊരു എന്താ പറയുക, ഒരു ഡെക്കറേറ്റീവ് സാധനമാണ്. അത് അങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമ്മൾക്ക് ഉണ്ടാക്കണമല്ലോ ഇത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പാത്രം എടുക്കും. നമ്മുടെ വീട്ടിൽ ഏതുണ്ടോ അത്. ഇതിൻ്റെ മേലിൽ വിപ്പിംഗ് ക്രീം. ഇനിയിപ്പോൾ കേക്ക് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ബ്രെഡിൽ ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെയർ നേരത്തെ ചേർത്ത് വെച്ച മാങ്ങ. ഇതിൻ്റെ മേലിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി അടുത്ത ലെയർ ഇതേപോലെ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ നമ്മൾ ഇച്ചിരി കട്ടിക്കാണ് കേക്ക് വെച്ചത്. നെക്സ്റ്റ് ലെയറും കൂടെ നമ്മൾ ഒരുപാട് കട്ടിക്ക് വെക്കുവാന്നേൽ എന്താ പറയുക, ഹെവി ഫീലിംഗ് വരും ആ പുഡിങ് കഴിക്കുമ്പോൾ. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് തീരെ കുഞ്ഞു പീസായിട്ട് മുറിച്ച് വെച്ച് ഇതിനെ ഒന്നിങ്ങനെ വെതറിടത്തേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ സെയിം നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെ ചെയ്യുക. ഇതിനകത്ത് പാല് ചേർക്കണ്ട. ബിക്കോസ് ഫസ്റ്റ് നല്ല കട്ടിയുള്ള പീസാണ് ഞാൻ മുറിച്ചത് കൊണ്ടാണ് പാല് ചേർത്ത്. ഇനിയിപ്പോൾ നമ്മളിത് മുറിച്ചല്ലേ ഇട്ടേക്കുന്നേ, ഇപ്പോൾ ഒരു കുറച്ച് ചേർത്തേച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സീസണൽ ഫ്രൂട്ട് ട്രിഫിൾ പുഡിംഗ്. ഈ ട്രിഫിൾ പുഡിംഗ് ശരിക്കും ഏത് ഫ്രൂട്ട് വെച്ചും ചെയ്യാം. പക്ഷേ ഞാൻ എന്താ പറയുക, വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ മാത്രം സിറപ്പാക്കിയിട്ട് കട്ടിക്കെടുക്കണം, കുറുക്കിയെടുക്കണം. പഞ്ചസാരയും നാരങ്ങയും ഏത് ഫ്രൂട്ടാണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട്. ഇപ്പം വാട്ടർ ലെമൺ പോലും നമുക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കേക്ക് ഇഷ്ടമല്ലെങ്കിൽ ബ്രെഡ് ആവാം, ബിസ്ക്കറ്റ് ആവാം, റസ്ക് ആവാം, ഇതെല്ലാം ഇതിനകത്ത് സോക്കാവുന്ന സാധനമാണ്. ഇതെല്ലാം വെജിറ്റേറിയൻ ആക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേക്ക് കുറച്ചുകൂടെ ഫ്ലേവറബിളാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഫസ്റ്റ് ടൈം കാണിക്കുമ്പോൾ എല്ലാം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിൽ കുറച്ച് ജെല്ലി ഉണ്ടാക്കിയിട്ട്, അതായത് മാംഗോ ഫ്ലേവർ തന്നെ ജെല്ലി ഉണ്ടാക്കിയിട്ട് ഡെക്കറേഷൻ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്ന് സെറ്റ് ആവാൻ ഒരു ഇച്ചിരി സമയം വേണം. Ali's Kitchen. Let's cook with love.